പോക്കോയുടെ പോക്കോ M6 Plus എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ വിലയെ പറ്റിയിട്ടുള്ള ചില ന്യൂസുകളും ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇനി ലോഞ്ച് ഡേറ്റ് മാത്രമേ കൺഫേം ആവാനുള്ളൂ എന്നൊക്കെ പറയാവുന്നതാണ്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പോക്കോ M6 Plus 5G എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഒരു ഫോണിൽ 6.79 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആയിരിക്കും വരിക. പിന്നെ LCD പാനലുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഡിസ്പ്ലേയിൽ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പഞ്ചോൾ ഡിസൈൻ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം തിരക്കുകളില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ വന്നേക്കാം. പിന്നെ ഈ ഫോണിന്റെ വില 14,000 രൂപ പ്രൈസ് റേഞ്ചിലായിരിക്കും വരിക എന്നാണ് പറയപ്പെടുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് 5G ഫോണാണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ തിരക്കുകളില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ്. ഇപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല, എന്നാലും മോശമാണ് എന്നും പറയാൻ പറ്റില്ല. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. IP53 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഇനി പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 4 Gen 2 ആക്സിലറേറ്റഡ് എഡിഷൻ എന്നുള്ള പ്രോസസർ ആയിരിക്കും ഇതിൽ വരിക. ഇപ്പം ഈ ഒരു 14,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ പറ്റിയിട്ടില്ലെങ്കിലും അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു പ്രോസസറൊക്കെ തന്നെയാണ്. അപ്പം ആവറേജ് ആയിട്ടുള്ള തിരക്കേടില്ലാത്തൊരു പ്രോസസറും വന്നേക്കാം. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഫോണിന്റെ ബേസ് വേരിയന്റിൽ 6GB റാമും 128GB ഇന്റേണലും വന്നേക്കാം. 8GB റാമും 128GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നതായിരിക്കും. LPDDR4Xന്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. പിന്നെ ഈ ഒരു ഫോണിൽ ഹൈബ്രിഡ് സിം സ്ലോട്ട് വന്നേക്കാം. അതായത് മെമ്മറി കാർഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷെ മെമ്മറി കാർഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സിം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വെർച്വൽ റാം പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ വന്നേക്കാം. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയേണ്ടതാണ്. പിന്നെ സിംഗിൾ സ്പീക്കർ ഈ ഫോണിൽ വരാൻ ചാൻസ് ഉള്ളൂ. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതിൽ അത് വന്നോളണം എന്നില്ല. പിന്നെ 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വരുന്നതായിരിക്കും. Android 14 ബേസ് ആയിട്ടുള്ള HyperOS സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വന്നേക്കാം. 108 MP മെയിൻ ക്യാമറ സെൻസറൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ 2 MP ഒരു സെൻസറും വന്നേക്കാം. ഫ്രണ്ടിൽ 13 MP സെൽഫി ക്യാമറ വരാനാണ് സാധ്യത. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. പക്ഷെ 14,000 രൂപ പ്രൈസ് റേഞ്ചിൽ 5G ഫോണുകളിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഇല്ലാത്തത് വലിയൊരു കംപ്ലൈന്റ് ആയിട്ട് പറയാൻ പറ്റില്ല. എന്നാലും അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിനെ. എന്തായാലും ഇതിൽ 108 MP മെയിൻ ക്യാമറ സെൻസറും കാര്യങ്ങളൊക്കെ വന്നേക്കാം. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 5030 mAh ബാറ്ററി ആയിരിക്കും ഇതിൽ വരിക. 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വന്നേക്കാം. തിരക്കേടില്ലാത്തൊരു ചാർജിംഗ് സ്പീഡാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വന്നേക്കാം. അപ്പം അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പ് ഈ ഫോണിൽ വരുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് ഒക്കെ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 6GB റാം 128GB ഇന്റേണൽ വെർഷന്റെ വില 13,999 രൂപയായിരിക്കുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. അതുപോലെ തന്നെ 8GB റാം 128GB ഇന്റേണൽ വെർഷന്റെ വില വരിക 14,999 രൂപയായിരിക്കും. പിന്നെ ബാങ്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. 1000 രൂപയുടെ ഓഫും കാര്യങ്ങളൊക്കെ ലഭിച്ചേക്കാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇപ്പം അടുത്ത് Redmi 13 5G എന്നൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫോൺ ആ ഫോണിന്റെ ഒരു റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കും. പൊതുവെ പോക്കോ അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. റെഡ്മിയുടെ ഫോണുകൾ റീബ്രാൻഡ് ചെയ്യാറാണ്. പക്ഷേ സാധാരണ കാണുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ റെഡ്മി ഫോണുകളെക്കാളും വില കുറച്ചിട്ടാണ് ഇവർ കൊടുക്കാറ്. പക്ഷേ ഈ ഒരു Redmi 13 5G എന്ന ഫോണും ഇതേ 14,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത് കുറച്ചും കൂടി കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ വന്നേക്കാം എന്നായിരുന്നു. എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ആയിരിക്കും ഈ ഫോൺ വരിക എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ചും കൂടി വില കുറച്ചിരുന്നതിന് കുറച്ചും കൂടി നന്നായേനെ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ആവറേജ് ആയിട്ടുള്ള ഒരു ഫോണാണ് എന്ന് പറയാവുന്നതാണ്. അങ്ങനെ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സ് ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും ഇതിനെ പറ്റിയിട്ടുള്ള കൺഫർമേഷൻസ് വന്നിട്ടില്ല. എന്തായാലും പോക്കോ M6 Plus 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.